ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമുക്ക് ഫേസ്ബുക്കിൽ ലീഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ലീഡ്സിന്റെ സ്റ്റാറ്റസ് നമുക്ക് തിരിച്ച് സെൻഡ് ബാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആഡ്സ് മാനേജറിൽ തിരിച്ച് സെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട സമയത്ത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാവൂ എന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഫേസ്ബുക്ക് നമുക്ക് തരുന്ന ലീഡ്സിൽ എത്ര ലീഡ് നമുക്ക് കൺവേർട്ട് ആയി, എത്ര എണ്ണം ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, എത്ര എണ്ണം ചുമ്മാ ഫേക്ക് ലീഡാന്നുള്ളൊരു സ്റ്റാറ്റസ് നമ്മൾ തിരിച്ച് ഫേസ്ബുക്കിലേക്ക് കൊടുക്കുന്നുണ്ട്. ഫേസ്ബുക്കിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുകയും നമുക്ക് അതിനനുസരിച്ചുള്ള ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പുതിയ ലീഡ്സ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലീഡ് ആഡ് ചെയ്യുന്ന സമയത്ത് താഴെ മൂന്നാമത്തെ ടാബായിട്ടുള്ള ആഡ് ടാബിലേക്ക് വന്നതിന് ശേഷം നമുക്ക് വേണ്ട ആ ഒരു ലീഡ് ഫോം, നമ്മൾ ഏത് ലീഡ് ഫോം ആണോ ഉപയോഗിക്കുന്നത് ആ ലീഡ് ഫോം ജസ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമേറ്റഡ് ലീഡ് ഡെലിവറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ഗൂഗിൾ ഷീറ്റ് എന്നുള്ളതിൻ്റെ ഇവിടെ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സെറ്റപ്പ് എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ബ്രൗസ് യുവർ ഗൂഗിൾ ഷീറ്റ് എന്നുള്ളത് കാണാം, അല്ലെങ്കിൽ ന്യൂ സ്പ്രെഡ്ഷീറ്റ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ള സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിവിടെ ലിങ്ക് ആണ് കൊടുക്കുന്നത്. പ്രൊവൈഡ് ഗൂഗിൾ ഷീറ്റ് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് ഒരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിതിവിടെ ജസ്റ്റ് ഷെയർ കൊടുത്തതിന് ശേഷം ഷെയർ വിത്ത് അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഈ റെസ്ട്രിക്റ്റഡ് എന്നുള്ളത് മാറ്റിയിട്ട് എനി വൺ വിത്ത് ദ ലിങ്ക് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, എനി വൺ വിത്ത് ദ ലിങ്ക് എന്നുള്ളത് കൊടുത്തതിന് ശേഷം അവിടെ എഡിറ്റർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഈ കോപ്പി ലിങ്ക് എന്നുള്ളത് ഇവിടുന്ന് ഞാൻ കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം ഞാനത് ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ച് പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനതിവിടെ ജസ്റ്റ് ഡണ്ണ് കൊടുത്തു. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇതിലേത് ഷീറ്റാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കും. ഇപ്പോൾ മൾട്ടിപ്പിൾ ഷീറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എനിക്കിവിടെ ഈ ഒരു ഇതിൽ ജസ്റ്റ് ഷീറ്റ് 1 എന്നുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാം. ഷീറ്റ് 1 എന്നുള്ള ഒരൊറ്റ ടാബ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ആ ഷീറ്റ് 1 സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് ഫോം എന്നുള്ള ഡാറ്റയാണ് എനിക്ക് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ അവിടെ ഞാൻ ടെസ്റ്റ് എന്നുള്ള ഈ ഒരു ഫോം സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ സെൻഡ് ടെസ്റ്റ് ലീഡ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് ലോഡ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ജസ്റ്റ് ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ലീഡ് സെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ടെസ്റ്റ് ലീഡ് നമുക്കിവിടെ വന്നു എന്നുള്ളത് നോക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ടെസ്റ്റ് ലീഡ് ഇപ്പം ജനറേറ്റ് ആയിട്ടുണ്ട്, ഒരു ഡെമ്മി ഡാറ്റ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. സോ അതിനുശേഷം ഇവിടെ നമ്മൾ ജസ്റ്റ് കണക്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബിസിനസ് ഐ ഡി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബിസിനസ് ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നമുക്ക് വേണ്ട ആ ഒരു പിക്സൽ ഇവിടെ കണക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പിക്സൽ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് പിക്സൽ ജനറേറ്റ് ചെയ്യാവുന്നതാണ്, ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് ഞാനൊരു ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമ്മളൊരു ടെസ്റ്റ് ലീഡ് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് ലീഡ് സെൻഡ് ചെയ്തു. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം ടെസ്റ്റ് ലീഡ് ഹാസ് ബീൻ സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വരുന്നത് കാണാം. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ സെക്കൻഡ് ലീഡും നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് നൗ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റാറ്റസ് ഒന്ന് ക്രിയേറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാനിവിടെ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ് മാറ്റി കൊടുത്തു. ഓക്കെ, സ്റ്റാറ്റസ് മാറ്റി കൊടുത്തു. സ്റ്റാറ്റസ് മാറ്റി കൊടുത്തതിന് ശേഷം ഇവിടെ വാലിഡേറ്റ് ചേഞ്ച് എന്നുള്ളത് കൊടുക്കുക. വാലിഡേറ്റ് ചേഞ്ച് എന്നുള്ളത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം വാലിഡേഷൻ സക്സസ്ഫുള്ളി ലീഡ് സ്റ്റാറ്റസ് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണും. സോ ഇത്രയും ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പം എന്തായാലും നമ്മളെ ഈ ലീഡ് ആഡിനെ നമ്മൾ ആ ഗൂഗിൾ ഷീറ്റുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ ലീഡ് ഫോം ത്രൂ വരുന്ന എല്ലാ ലീഡുകളും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗൂഗിൾ ഷീറ്റിലേക്കായിരിക്കും ആഡ് ആയി വരിക. അതിൽ നിങ്ങൾക്ക് ഓരോന്നിനും നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്വാളിഫൈഡ്, നോട്ട് ക്വാളിഫൈഡ്, കൺവേർട്ടഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാറ്റസ് എന്ത് ചെയ്യും, തിരിച്ച് ഇത് ഫേസ്ബുക്കിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യുകയും. സോ അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് കൃത്യമായിട്ട് നല്ല ക്വാളിറ്റി ലീഡ്സ്, പുതിയ പുതിയ ക്വാളിറ്റി ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം.
മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് അഡ്വർടൈസിങ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുത്തി ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്